ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകിയ പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ കോളിയൂർ രാജേഷ്, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇതിന്റെ ഉദ്ഘാടകനും ഈ പദയാത്രയിലുടനീളം രാജീവേട്ടനോടൊപ്പം പങ്കെടുക്കുകയും ചെയ്ത മുൻ മിസോറാം ഗവർണറും പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടൻ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകൾ, നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ എം.ആർ. ഗോപൻ, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രൊഫസർ അബ്ദുൽ സലാം സാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഈ നാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാക്കന്മാരെ, എല്ലാത്തിലുമുപരി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേമം അസംബ്ലി മണ്ഡലത്തിലെ പ്രിയങ്കരായിട്ടുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ്. ഈ രാജ്യം കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ രാജ്യത്തിലെ 140 കോടി മനുഷ്യരോടായിട്ട് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്. ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യം ഒരു വികസിത ഭാരതമാകുമെന്നുള്ള മുദ്രാവാക്യമാണ്. വികസിത ഭാരതമാകുമെന്ന നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യത്തിന്റെ അനുബന്ധമായി നരേന്ദ്രമോദി കേരളത്തിലേക്ക് നമ്മെ നയിക്കാനായി, നമ്മളോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് നിയോഗിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാജീവേട്ടൻ ഈ കേരളത്തിൽ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യമാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യം. ആ വികസിത കേരളം എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള അനന്തപുരി വികസിത അനന്തപുരിയായിട്ട് മാറണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ലവലേശം സംശയമില്ല. ഈ അനന്തപുരിയെ വികസിത അനന്തപുരിയാക്കി മാറ്റുക എന്ന മഹാദൗത്യത്തിന്റെ പ്രചാരകരും പ്രവാചകരും പ്രയോക്താക്കളുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം. ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ അനന്തപുരിയെ സമ്പൂർണമായിട്ടും വികസിപ്പിക്കാൻ സാധിക്കൂ. ഈ അനന്തപുരിയുടെ ഗതകാല പ്രൗഢി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ അനന്തപുരി ഈ കേരളത്തിന്റെ തലസ്ഥാനമാണ്. പത്മനാഭ സ്വാമിയുടെ തിരുസന്നിധിയാണ്. സാംസ്കാരികമായും അതോടൊപ്പം തന്നെ ഭരണപരമായിട്ടും ഏറ്റവും കരുത്തുറ്റൊരു പ്രദേശമാണ് അനന്തപുരി. ഈ അനന്തപുരിയിൽ കഴിഞ്ഞ 75 വർഷക്കാലമായി ഇവിടെ ഐക്യ കേരളം രൂപാന്തരപ്പെട്ടതിന് ശേഷം അനന്തപുരിയിൽ എന്ത് വികസനമാണ് ഇതുവരെ ഈ കേരളം ഭരിച്ചവർ നടത്തിയത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എന്നതാണ് ഉത്തരം. ഈ കേരളത്തിന്റെ വികസനത്തിന് നയാ പൈസയുടെ പണി ചെയ്യാൻ സാധിക്കാത്ത 70 ആണ്ടുകൾ കേരളം ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ അധികാര കസേര ഉറപ്പിച്ചിരിക്കുന്ന അനന്തപുരിയോടും അങ്ങേയറ്റത്തെ അവഗണനയും അതോടൊപ്പം തന്നെ അനന്തപുരിയെ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഈ അനന്തപുരിയിൽ ജീവിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന ജനതയ്ക്ക് വ്യക്തമായിട്ടറിയാം. അനന്തപുരിയുടെ ഗതകാല പ്രൗഢി ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഈ അനന്തപുരിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയ പദ്ധതികൾ മാത്രമാണ് എന്ന് ഈ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ആയത് നരേന്ദ്രമോദി നൽകിയ പദ്ധതിയാണ്. ഈ തിരുവനന്തപുരത്തും സ്മാർട്ട് സിറ്റി ആകാൻ ആദ്യത്തെ പദ്ധതിയിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കുമ്മനം രാജേട്ടനും അതോടൊപ്പം തന്നെ ഇന്ന് ഈ പദയാത്രയ്ക്ക് ദിവ്യമാർന്ന താമരയാങ്കിത ഹരിത കവി പതാക രാജീവേട്ടന് നൽകിയ ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്ത ഈ മണ്ഡലത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സമാരാധ്യനായ നേതാവ് ശ്രീ ഒ രാജഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ നിവേദനവും അതിനുവേണ്ടി നടത്തിയ പരിശ്രമത്തിന്റെയും ഫലമായി ഈ നാടിന്റെ നഗരവികസന വകുപ്പ് മന്ത്രിയും പിന്നെ ഉപരാഷ്ട്രപതിയുമായ ശ്രീ വെങ്കയ്യ നായിഡുവിന്റെ പരിശ്രമ ഫലമായിട്ടാണ്
ഓ രാജഗോപാലിന്റെയും വി മുരളീധരന്റെയും കുമ്മനം രാജശേഖരന്റെയും ഈ തിരുവനന്തപുരത്തെ 10,000 വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെയും പരിശ്രമ ഫലമായിട്ടാണ് 1,200 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ഈ അനന്തപുരിയിൽ നടപ്പാക്കപ്പെട്ടത് എന്നത് BJP അഭിമാനത്തോടെ ഈ നാട്ടിലെ ജനതയോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്ത് പുതിയ റോഡുകൾ ഉണ്ടായിരിക്കുന്നു, തിരുവനന്തപുരത്ത് പൂന്തോട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, തിരുവനന്തപുരത്ത് പാർക്കുകൾ ഉണ്ടായിരിക്കുന്നു, റോഡുകൾ സൗന്ദര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടത്തെ ജലസേചന സംവിധാനങ്ങൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന അനന്തപുരിക്ക് ഒരു ശാപമോക്ഷം എന്ന നിലയിൽ അതിനു വേണ്ടിയുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിയത്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കി അത് അങ്ങേയറ്റം പരാജയപ്പെടുത്തിയ ഒരു നഗരസഭയുണ്ടെങ്കിൽ ആ നഗരസഭയുടെ പേര് കുട്ടിമേയറാണ്, അനന്തപുരിയാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടിമേയർ ഏകദേശമായി 120 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി വികസന പദ്ധതികൾ ഇന്നേ വരെ ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വന്നിരിക്കുന്ന പണം കൊള്ളയടിക്കുന്ന CPM-ന്റെ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് കൊള്ളയടിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ ദിവസം തോരാതെ പെയ്ത ഒരു ദിവസത്തെ മഴ കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലെ ദേശീയപാതയിൽ വള്ളമിറക്കി തുഴഞ്ഞു പോകാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള അഴിമതി ഭരണകൂടം നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പണം കൊടുത്താൽ വേണ്ട രീതിയിൽ വിനിയോഗിക്കില്ല. ഈ നഗരത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഈ നഗരത്തിൽ സ്വച്ഛന്തമായിട്ട് നടക്കുന്ന ഒരു പദ്ധതി ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനമാണ്. അഴിമതി ലെവലേഷൻ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വികസനമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 1000 കോടി രൂപ ചെലവഴിച്ച് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ റെയിൽവേ സ്റ്റേഷന്റെ പിൻവാതിലുള്ള ഗേറ്റ് ഈ നാടിന് സംഭാവന ചെയ്തത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന, റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന, നേമത്തിന്റെ മുൻ MLA ആയിരുന്ന, അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ശ്രീ O രാജഗോപാലാണ് എന്ന് ഈ അനന്തപുരി എക്കാലത്തും സ്മരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ആ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ആരാണിത് മാറ്റുന്നത്? പിണറായി വിജയനാണോ? ആരാണിത് മാറ്റുന്നത്? ആര്യ രാജേന്ദ്രനാണോ? ആരാണിത് മാറ്റുന്നത്? ആനാവൂർ നാഗപ്പനാണോ? അല്ല, നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് തിരുവനന്തപുരം ഒരു ഫോർട്ട് സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് വെള്ളത്തിൽ ആണ്ടുകിടന്ന വിഴിഞ്ഞം തുറമുഖം ഉയർന്നു വന്നിരിക്കുന്നു, പൊങ്ങി വന്നിരിക്കുന്നു. അതിന്റെ 1ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സാക്ഷാൽ നരേന്ദ്രമോദി വന്നിട്ട് അതിന്റെ 1ാം ഘട്ട കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോഴാണ്. അതിനു മുമ്പ് കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും, പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റുകാരും VD സതീശന്റെ കോൺഗ്രസുകാരും ഒരുമിച്ച് ഇന്ത്യ ഭരിച്ചിരുന്നു UPA ഭരണകാലത്ത്. ആ കാലഘട്ടത്തിൽ ശശി തരൂരായിരുന്നു തിരുവനന്തപുരത്തിന്റെ MP. ശശി തരൂരെ താങ്കൾക്ക് അറിയാമായിരുന്നു ഈ വിഴിഞ്ഞത്തൊരു തുറമുഖം ഉയർത്താൻ വേണ്ടി ഈ നാട് കഴിഞ്ഞ 4.5 ദശാബ്ദ കാലമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്തുകൊണ്ട് താങ്കൾ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് താങ്കൾക്ക് അറിയാൻ വയ്യായിരുന്നു? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുമിച്ച് ഭരിച്ച സമയത്ത് എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഉയർത്താൻ നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ള ചോദ്യം ഈ അനന്തപുരിയിൽ പ്രസക്തമല്ലേ? നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷമാണ് ഈ കേരളത്തിന്റെ മുഴുവൻ തന്നെ മുഖച്ഛായ മാറ്റുന്ന, അനന്തപുരിയെ അന്താരാഷ്ട്ര തലത്തിലെത്തിക്കാൻ പോകുന്ന, ഒരു തുറമുഖ നഗരമായിട്ട് അനന്തപുരിയെ മാറ്റാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്, ആരംഭം കുറിച്ചത്, അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിയാണെങ്കിൽ അതിന്റെ അർത്ഥം വികസിത അനന്തപുരി പറയാൻ ഞങ്ങൾക്ക് ധാർമ്മികമായ അധികാരമുള്ളൂ എന്നാണ്. ഞങ്ങൾക്ക് ധാർമ്മികമായ അധികാരമുള്ളൂ. ഒരു പോർട്ട് സിറ്റിയാക്കി തന്ന ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു അനന്തപുരിയെ ഞങ്ങൾ വികസിത അനന്തപുരിയാക്കും.
അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഈ അനന്തപുരിയെ വികസിത അനന്തപുരിയാക്കാൻ BJPക്ക് സാധിക്കൂ. അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ട് അദാനി എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള നിരവധി പ്ലെയിനുകൾ ഇവിടെ നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എയർപോർട്ടായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിശ്രമമാണ്. എയർപോർട്ട് ഭാരതീയ ജനതാ പാർട്ടി, റെയിൽവേ സ്റ്റേഷൻ ഭാരതീയ ജനതാ പാർട്ടി, തിരുവനന്തപുരത്തെ മനോഹരമായ റോഡുകൾ ഭാരതീയ ജനതാ പാർട്ടി, തിരുവനന്തപുരത്തെ പാർക്കുകൾ ഭാരതീയ ജനതാ പാർട്ടി, തിരുവനന്തപുരത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നത് അർബൻ മിനിസ്ട്രി, അതും കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെ സർവ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടി ചെയ്ത വികസനം മാത്രമാണ് ഇന്ന് അനന്തപുരിയിൽ എന്തെങ്കിലും വികസനമായി ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നുവെങ്കിൽ ആ വികസനത്തിന്റെ മുഴുവൻ കാരണക്കാരൻ നരേന്ദ്രമോദിയും BJPയുമാണ് എന്ന് ഈ അനന്തപുരിയിലെ നിവാസികൾക്കറിയാം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ 2000 കഴിഞ്ഞ ഒരു വേഴവട്ടക്കാലമായി ഭാരതീയ ജനതാ പാർട്ടി അനന്തപുരിയിലെ അജയ്യമായ ശക്തിയാണ്. അനന്തപുരിയിലെ അജയ്യമായ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ ഏറ്റവും കരുത്തുറ്റ ശക്തി. ഞങ്ങൾക്കിന്ന് ഈ അനന്തപുരിയിൽ 35% വോട്ടുണ്ട്. രാജീവേട്ടൻ ഈ തിരുവനന്തപുരം പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ അനന്തപുരിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി 37% വോട്ട് വാങ്ങി താമര ചിഹ്നത്തിൽ മുന്നേറിയ മനുഷ്യനാണ് ഇന്ന് ഈ വികസിത അനന്തപുരിക്ക് വേണ്ടി ഈ യാത്രാ നായകനായി ഈ അനന്തപുരിയുടെ തെരുവീഥികളിലൂടെ ഈ താമരയാങ്കിത ഹരിതകാവ്യ പതാകയുമായി ഈ കാലടിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളുടെ ദൃഢപ്രതിജ്ഞയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൃഢപ്രതിജ്ഞയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പാണ്. ആ ഉറപ്പെന്ന് പറയുന്നത് ഈ അനന്തപുരിക്ക് എന്താണ് വേണ്ടത് അതെല്ലാം നേടിത്തരാൻ ഈ രാജ്യത്തെ BJPക്ക് സാധിക്കും, നരേന്ദ്രമോദിക്ക് സാധിക്കും, രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും. അതാണ് ഞങ്ങൾ ഈ അനന്തപുരിയിലെ ജനതയ്ക്ക് നൽകുന്ന ഉറപ്പ്. അതാണ് ഉറപ്പ്. ആ ഉറപ്പുമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ 101 വാർഡുകളിലേക്ക് മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത്. ഈ അനന്തപുരിയിലെ 101 വാർഡുകളിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ. രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി, ജാതിക്കതീതമായി, പ്രാദേശികതയ്ക്കതീതമായി അനന്തപുരിയുടെ വികസനം എന്നുള്ള ഒറ്റ മുദ്രാവാക്യമാണ് ഈ അനന്തപുരിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന് ബദലായി, ഈ മുദ്രാവാക്യത്തെ തടുക്കാൻ, ഈ മുദ്രാവാക്യത്തെ ചെറുക്കാൻ, ഈ മുദ്രാവാക്യത്തിന് ബദലായി ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഈ കേരളം 70 വർഷം ഭരിച്ച പിണറായി വിജയന്റെയും VD സതീശന്റെയും കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും BJP ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ അനന്തപുരിക്ക് വേണ്ടി ചെയ്തതായിട്ട് പറയാനുണ്ടോ? വെല്ലുവിളിക്കുക. ഒന്നും പറയാനില്ല. അനന്തപുരിയെ നശിപ്പിച്ചതിന്റെ കഥകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും കോൺഗ്രസ് പാർട്ടിക്കാർക്കും അനന്തപുരിയിൽ പറയാനുള്ളത്. ഞാൻ ഇവിടെ നടന്ന അഴിമതിയുടെ നീറുന്ന അഴിമതിയുടെ ആ കഥ മുഴുവൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുൻ പ്രസംഗകനായിട്ടുള്ള മുൻ കൗൺസിലർ ശ്രീ ഗിരി, കമലേശ്വരൻ ഗിരി, അതെല്ലാം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഉദ്ഘാടന സഭയിൽ നമ്മുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ കരമന അജിത്തും അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ തിരുവനന്തപുരത്തെ ഇവിടുത്തെ കുട്ടി മേയർ നടത്തിയ ആ അഴിമതിയെ കുറിച്ച് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന പദ്ധതികൾ മുഴുവൻ അതിൽ 50% വെട്ടിപ്പാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ കേന്ദ്ര പദ്ധതിയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും മേയറും ചേർന്ന് വെട്ടിക്കും. സംസ്ഥാന പദ്ധതിയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും മേയറും ചേർന്ന് കൊള്ളയടിക്കും. അങ്ങനെ ഒരു കൊള്ള സംഘമായിട്ട് അനന്തപുരിയിലെ ഭരണകൂടം മാറിയിരിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള 45 വർഷത്തെ ഭരണത്തിൽ ഈ നാട്ടിലെ മാലിന്യ സംസ്കരണം എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട അവസ്ഥയായി. ഞാൻ ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കുന്നു, ഇന്നേക്ക് 1 ദശാബ്ദം മുമ്പ് വിളപ്പിശാലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടി അവിടുത്തെ ജനങ്ങൾ, നിങ്ങളുടെ ഇന്ന് ഇവിടത്തെ MLA ആയിട്ടുള്ള ശിവൻകുട്ടി മേയറായിരുന്ന സമയത്ത് അവിടെ പിടിപ്പുകേട് കാരണം നശിപ്പിച്ച വിളപ്പിശാലയിലെ ഫാക്ടറി പൂട്ടിപ്പിച്ചു. അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള സംവിധാനമില്ല.
ഇന്ത്യ മഹാരാജ്യത്ത് BJP നേതൃത്വം നൽകുന്ന മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മനോഹരമായി ജനങ്ങൾക്ക് വാസയോഗ്യമായിട്ടുള്ള, ജനങ്ങൾക്ക് സൗകര്യപ്രദ, ഏതൊരു അസ്വസ്ഥതയും ഉണ്ടാകാത്ത മനോഹരമായിട്ടുള്ള ഹോട്ടലുകളും പാർക്കുകളും ഒക്കെ മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ഭൂമിക്കടിയിൽ സ്വസ്ഥമായി സ്വച്ഛന്തമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന കോർപ്പറേഷനുകളിലുണ്ട്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. പിണറായി വിജയനോടും ഇവിടുത്തെ മേയറോടും ചോദിച്ചാൽ പറയും ഉറവിടത്തിൽ സംസ്കരിച്ചോളാൻ. ഉറവിടം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കുന്നിടത്ത് സംസ്കരിച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ല എന്നാണ് ഉറവിട സംസ്കരണത്തിനെ സംബന്ധിച്ചുള്ള അർത്ഥം. ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് തെരുവുനായ ശല്യം കൊണ്ട് ഈ അനന്തപുരിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരത്തുകാർ ഇന്ന് മോർണിംഗ് വാക്കിന് പോകുന്നില്ല. തിരുവനന്തപുരത്ത് സ്ത്രീകളും അതോടൊപ്പം തന്നെ കുടുംബവും ഒരുമിച്ച് ചേർന്ന് ഈ തിരുവനന്തപുരത്തിന്റെ നഗരവീഥിയിലൂടെ രാവിലെയും വൈകുന്നേരവും നടന്നിരുന്നു. ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്തെ ജനതയ്ക്ക് തെരുവീഥിയിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്താ കാരണം? ഈ നാട്ടിൽ ഇവിടുത്തെ ആര്യ രാജേന്ദ്രൻ വളർത്തിവിട്ടിരിക്കുന്ന തെരുവു നായ്ക്കളുണ്ടല്ലോ, ആ തെരുവു നായ്ക്കളെ ഭയന്ന് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത റോഡുകളായി ഈ തിരുവനന്തപുരം നഗരം മാറിയിരിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ പ്രിയങ്കരിയായിട്ടുള്ള മേയറാണെന്ന് ആരും പറയില്ല, മാർക്സിസ്റ്റുകാർ പോലും പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ തെരുവു നായ്ക്കൾക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വ്യക്തിയാണ് ഈ തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തെരുവു നായ്ക്കൾക്ക് തെരുവിൽ മുഴുവൻ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇട്ടുകൊടുത്ത് ആ മാലിന്യം തിന്നാൻ വേണ്ടി നെയ്യാറ്റിൻകരയിൽ നിന്നും ആറ്റിങ്ങലിൽ നിന്ന് പോലും തെരുവുനായ ആര്യ രാജേന്ദ്രൻ അന്വേഷിച്ച് അനന്തപുരിയിൽ വരുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവനന്തപുരം സൗന്ദര്യത്തിന്റെ മഹത്തായിട്ടുള്ള ഒരു ഇടമാണ്. 3 നദികൾ, നമ്മുടെ കിള്ളിയാറും കരമനയാറും ഉൾപ്പെടെയുള്ള നദികൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഈ തിരുവനന്തപുരത്തിന്റെ മനോഹരിതയ്ക്ക് ഏറ്റവും വലിയൊരു മാറ്റുകൂട്ടുന്നതാണിത്. പക്ഷേ ഇന്ന് കരമനയാറ്റിലൂടെ ഒഴുകുന്നത്, ഇന്ന് കിള്ളിയാറ്റിലൂടെ ഒഴുകുന്നത് മനുഷ്യന്റെ മാലിന്യങ്ങളാണ്. ഇവിടുത്തെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ നദികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി എത്രയോ ദശാബ്ദങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലുകളിൽ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ 2 നദികൾ, കരമനയാറും കിള്ളിയാറും ശുദ്ധീകരിക്കണമെന്നുള്ള ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കുവാൻ ഇന്നേ വരെ കേരളത്തിലെ ഇടതുപക്ഷമോ വലതുപക്ഷമോ തയ്യാറായിട്ടില്ല. ഈ 2 നദികൾ ശുദ്ധീകരിച്ചാൽ തന്നെ ഈ തിരുവനന്തപുരത്തിനുണ്ടാകുന്ന ഒരു സൗരഭ്യമുണ്ടല്ലോ, ഈ തിരുവനന്തപുരത്തിനുണ്ടാകുന്ന ഒരു മനോഹാരിതയുണ്ടല്ലോ, ഈ തിരുവനന്തപുരത്തിനുണ്ടാകുന്ന ഒരു ഔന്നിത്യമുണ്ടല്ലോ, അത് അനിർവചനീയമായിട്ടുള്ള ഒന്നാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. ഈ 2 നദികൾ മാലിന്യമുക്തമാക്കി മാറ്റുക, ഈ 2 നദികൾ ശുദ്ധീകരിക്കുക. അത് ശുദ്ധീകരിക്കാൻ ഗംഗാ നദി ശുദ്ധീകരിച്ച നരേന്ദ്രമോദിയുടെ മാതൃക നിങ്ങൾ വേണ്ട. പലയിടത്തും BJPയുടെ ചെറിയ ചെറിയ മുനിസിപ്പാലിറ്റികളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ നടന്നതിന്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാണ്. അങ്ങനെ ഈ ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ട് നടക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈക്കോടതി ബെഞ്ചുണ്ട്. ഈ ഐക്യ കേരളം രൂപാന്തരപ്പെടുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈക്കോടതി ബെഞ്ച്, ആ ബെഞ്ച് അനന്തപുരിക്ക് നാഥനില്ലാത്തത് കൊണ്ട് അത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ആ ബെഞ്ച് തിരിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്നുള്ളത് അനന്തപുരിയുടെ സ്വപ്നമാണ്. ആ സ്വപ്നം നടപ്പാക്കാൻ ഇവിടെ പലവട്ടം ഞങ്ങൾ പരിശ്രമിച്ചു, BJPയുടെ നേതൃത്വത്തിൽ പരിശ്രമിച്ചു. ഇവിടുത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന്. ഉമ്മൻചാണ്ടിയും ചീഫ് ജസ്റ്റിസും ചീഫ് മിനിസ്റ്ററും ചേർന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടാൽ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാമെന്ന് കേന്ദ്ര നിയമമന്ത്രി പറഞ്ഞതാണ്. അന്ന് നടന്നില്ല. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുവനന്തപുരം ഭരിക്കുന്നു, കേരളം ഭരിക്കുന്നു. പിണറായി വിജയനും കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസും ചേർന്ന് ഒരു മെമ്മോറാണ്ടം കേന്ദ്ര മന്ത്രാലയത്തിന് നൽകിയാൽ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വരും. പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. ഇവരുടെ ഉദ്ദേശം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഈ കേരളത്തിൽ തിരുവനന്തപുരത്തിൽ നിന്ന് ഈ ഭരണം നടത്തുന്ന ഈ ഭരണകൂട മുതലാളിമാർ, ആ മുതലാളിമാരുടെ ലക്ഷ്യമെന്താ?
അനന്തപുരിയിൽ ഹൈക്കോടതി ബെഞ്ച് വന്നാൽ അനന്തപുരി നിവാസികൾക്ക് മാത്രമല്ല, ഈ കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപയാണ് ലാഭിക്കുക. ആ കോടിക്കണക്കിന് രൂപ ലാഭിക്കണമെങ്കിൽ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് വേണം. അത് നടപ്പാക്കാൻ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്തുകൊണ്ട് ഇന്നേ വരെ തയ്യാറായിട്ടില്ല? ആ ചോദ്യം വികസിത അനന്തപുരിയിലെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത അനന്തപുരി സാധ്യമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ അനന്തപുരിക്ക് വാക്കു നൽകുവാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കരുത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ. ഈ വരുന്ന 8-ാം തീയതി ഒരു വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് ബാംഗ്ലൂരിലേക്ക് ആരംഭിക്കുക. ആ വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് പത്രം വായിക്കുന്നവർക്കും സോഷ്യൽ മീഡിയയിലുള്ളവർക്കും അറിയാം. കഴിഞ്ഞ 4 ആഴ്ച മുമ്പ് ഈ എറണാകുളത്തെയും കേരളത്തിലെയും ആൾക്കാരുടെയും ബാംഗ്ലൂർ നിവാസികളുടെയും ബാംഗ്ലൂർ മലയാളികളുടെയും ഒരു മെമ്മോറാണ്ടം ബിജെപിയുടെ ഹെൽപ്പ് ഡെസ്കിൽ കിട്ടിയപ്പോൾ ആ മെമ്മോറാണ്ടവുമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയെ കാണുന്നു, കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നു. ആ 4 ആഴ്ച മുമ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടിട്ട് കേരളത്തിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ വേണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യം ഉന്നയിച്ച് 12 ദിവസം കഴിയുമ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെയും ബിജെപിയുടെ നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരുടെയും ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ടാണ് ഈ കേരളത്തിലെ 3ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പ്രഖ്യാപിച്ചത്. 8-ാം തീയതി അതിന്റെ ഉദ്ഘാടനത്തിൽ ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അറിയാമോ? സംശയം വേണ്ട, സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇനി കേരളത്തിന്റെ 3ാമത്തെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ബിജെപിയുടെ പരിശ്രമമാണ്. വികസിത കേരളം എന്നുള്ള ബിജെപിയുടെ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പാണിത്. ഈ വന്ദേ ഭാരത് ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട വന്ദേ ഭാരത് അനന്തപുരിയിലെ ആയിരക്കണക്കിന് ആൾക്കാർക്കും കൂടി സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു പദ്ധതിയുമായിട്ട് നമ്മുടെ നേതാവ് രാജീവേട്ടൻ അടുത്ത ദിവസം വീണ്ടും റെയിൽവേ മന്ത്രിയെ കാണാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, അനന്തപുരിയുടെ വികസനം നമുക്ക് മാത്രമേ സാധിക്കൂ, ബിജെപിക്ക് മാത്രമേ സാധിക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി സാധ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കൊണ്ട് ഒടുങ്ങാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. ലോകത്തിൽ 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് ലോകത്ത് കമ്മ്യൂണിസത്തിന്റെ പീറ ചെങ്കൊടി ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ പ്രദേശമേ ഉള്ളൂ, അത് ഈ കേരളമാണ്. ഈ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ അവസാനത്തെ ആണിയടിക്കാനുള്ള ദൗത്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനന്തപുരിയിലെ പ്രവർത്തകർ ഈ തിരുവനന്തപുരത്ത് വരും ദിവസങ്ങളിൽ കാണിക്കാൻ പോകുന്നത്. ബിജെപി ഈ പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും നശിപ്പിക്കുമെന്ന് ഉറപ്പായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ അച്ചാരം വാങ്ങി, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ചില രാജ്യദ്രോഹ ശക്തികളുടെ ഒക്കെ കിലുകിലിൽ നിന്ന് എന്തോ വാങ്ങിയിട്ട് ഒരു മനുഷ്യനിക്ക് വന്നിരിക്കുകയാണ്. ആ മനുഷ്യന് എന്തെങ്കിലും ആധികാരികമായിട്ടുണ്ടെങ്കിൽ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകന് ആണ് എന്നുള്ളത് മാത്രമാണ് ആധികാരികമായിട്ടുള്ളത്. അയാൾ ഇവിടെ വന്നിട്ട് ബിജെപി തിരുവനന്തപുരത്തെ മേയറെ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ആ കെ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും നികൃഷ്ടമാർന്ന രാഷ്ട്രീയം നടത്തുന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മിസ്റ്റർ കെ മുരളീധരൻ, നിങ്ങൾ ബിജെപിക്കെതിരെ പോരാടാൻ വന്നു. നേമം നിയോജക മണ്ഡലത്തിൽ ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ ഈ അമൂല്യമാർന്ന പൊതുപ്രവർത്തകനെ നിയമസഭയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവിടത്തെ രാജ്യദ്രോഹ വിഘടനവാദ ശക്തികളുടെ അച്ചാരം വാങ്ങി താങ്കൾ ഈ നേമത്ത് വന്ന് മത്സരിച്ചു. അന്ന് ഞങ്ങൾക്കൊരു ചെറിയ പിശക് പറ്റി. അതിനുശേഷം ഈ കേരളത്തിന്റെ സൂര്യ തേജസ്സായ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ട്
ഇതേ ജമായത്ത് ഇസ്ലാമിയുടെ അച്ചാരം വാങ്ങുന്ന കെ മുരളീധരൻ ചെന്ന് അവിടെ മത്സരിച്ചു. തൃശ്ശൂരിലെ ജനത നാണം കെടുത്തി വിട്ട സാധനമാണ് ഇന്ന് അനന്തപുരിയിൽ വന്ന് ഇങ്ങനെ കോൺഗ്രസിനെ രക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തൃശ്ശൂരിലെ ജനത 3-ാം സ്ഥാനത്തേക്ക് തള്ളി ചവിട്ടി പുറത്താക്കിയ കെ മുരളീധരൻ അനന്തപുരിയിൽ വന്ന് BJPയെ ഇനി വെല്ലുവിളിച്ചാൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശ്രീ കെ മുരളീധരൻ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമായിരിക്കും ഈ ഡിസംബർ എന്ന് കെ മുരളീധരൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ കൗൺസിലർമാർ ജനകീയ കൗൺസിലർമാരാ. ഞങ്ങളുടെ കൗൺസിലർമാർ ജയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു കൗൺസിലറെ കുറിച്ചും ഈ തിരുവനന്തപുരത്ത് BJPയുടെ കൗൺസിലർമാരെ കുറിച്ച് ഈ തിരുവനന്തപുരം നിവാസികൾക്ക് ഒരു വിരുദ്ധാഭിപ്രായവുമില്ല. BJPയുടെ കൗൺസിലർമാർ ജനകീയ കൗൺസിലർമാരാണെന്ന് ഈ തിരുവനന്തപുരം സ്ഥാപിച്ചതാണ്. ആ കൗൺസിലർമാരുടെ കരുത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ 33 കൗൺസിലർമാർ ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകും. ഭാരതീയ ജനതാ പാർട്ടി 1-ൽ നിന്ന് 6-ലേക്കും 6-ൽ നിന്ന് 35-ലേക്കും 35-ൽ നിന്ന് അധികാരത്തിലേക്കും എത്തുന്ന ഒരു പാർട്ടിയായിട്ട് ഈ അനന്തപുരിയിൽ മാറാൻ ഇനി കേവലം 30 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. 30 ദിവസം. ആ 30 ദിവസം കൊണ്ട് അനന്തപുരിയുടെ ഭാഗധേയം നിശ്ചയിക്കാൻ പറ്റുന്ന പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറും. സംശയം വേണ്ട. ഇത്രയും കാലം BJPയെ തോൽപ്പിക്കാനായിട്ട് വന്ന മുരളീധരൻ സ്വയം 3-ാം സ്ഥാനത്തേക്ക് അകപ്പെട്ടുപോയ ഗതികെട്ട അവസ്ഥയാണ് കെ മുരളീധരനുള്ളതെങ്കിൽ കെ മുരളീധരനെ വിശ്വസിച്ച് ഇന്ന് സ്ഥാനാർത്ഥി വേഷം കെട്ടിയിരിക്കുന്ന പാവപ്പെട്ട കുറെ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കെ മുരളീധരനല്ല, നിങ്ങളെല്ലാം ഇനി 3-ാം സ്ഥാനത്തേക്കോ 4-ാം സ്ഥാനത്തേക്കോ നോട്ടയ്ക്കും പുറകിലേക്കോ അധപ്പതിക്കുന്ന അവസ്ഥയായിരിക്കും കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത്. 8 കൗൺസിലർമാരുള്ള കോൺഗ്രസിന്റെ ആഗ്രഹം മേയറാവാൻ. 8 കൗൺസിലർമാരുള്ള 2 UDF. 8ഉം 10ഉം കൗൺസിലർമാരുള്ള കോൺഗ്രസിന്റെ ആഗ്രഹം, ഒരു സ്വപ്നം, ഞങ്ങൾക്ക് ഈ നാടിന്റെ മേയറാകണമെന്ന്. കെ മുരളീധര, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് മേയറാകാൻ പറ്റിയില്ല. AK ആന്റണി ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് മേയറാകാൻ പറ്റിയില്ല. നിങ്ങളുടെ പിതാശ്രീ കെ കരുണാകരൻ ഭരിച്ചപ്പോൾ മേയറാകാൻ സാധിച്ചില്ല. ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുകയും കോടാനുകോടി രൂപയുടെ പദ്ധതി ഈ അനന്തപുരിയിൽ നടപ്പാക്കുകയും ചെയ്യുമ്പോ നിങ്ങൾക്ക് മേയറാകാൻ സാധിക്കുമെന്നുള്ളത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ തകർന്നു വീഴുന്ന ഒരു സ്വപ്നമായിരിക്കുമെന്ന് കെ മുരളീധരനെയും കോൺഗ്രസുകാരെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിന് അന്ത്യകൂദാശ ചെയ്യാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുർദിനങ്ങൾ ആരംഭിക്കുക. സ്വർണ്ണക്കൊള്ള മുതൽ സർവ കൊള്ളയും നടത്തുന്ന നീചവർഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ മാറുമ്പോൾ, നരേന്ദ്രമോദി സർക്കാർ പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതികൾ അട്ടിമറിക്കുന്ന വഞ്ചക ഭരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം മാറുമ്പോൾ, ഞങ്ങൾ ഇവിടത്തെ 70 കഴിഞ്ഞ വൃദ്ധരായിട്ടുള്ള ഗുരുനാഥന്മാരും അച്ഛന്മാർക്കും അതോടൊപ്പം തന്നെ അമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കുമായിട്ട് കൊണ്ടുവന്ന 70 കഴിഞ്ഞവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി അട്ടിമറിച്ച ദ്രോഹി എന്ന് ആരെയെങ്കിലും വിളിക്കാമെങ്കിൽ ആ ദ്രോഹിയുടെ പേര് പിണറായി പാറയിലെ വിജയൻ എന്നാണ്. പിണറായി വിജയൻ എന്ന ആ പിണറായി വിജയൻ ഒരു ജനവഞ്ചകനാണ്, ദ്രോഹിയാണ്. നരേന്ദ്രമോദി 5 ലക്ഷം രൂപയാണ് ഒരു പാവപ്പെട്ട വൃദ്ധന് പണം, എന്താ ദരിദ്രനാണോ പണക്കാരനാണോ എന്ന ഭേദമില്ലാതെ 70 കഴിഞ്ഞ മുഴുവൻ വയോവൃദ്ധർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഓരോ വർഷവും നൽകുന്ന ആ മഹത്തായിട്ടുള്ള പദ്ധതി ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ക്ഷേമ പദ്ധതിയാ. അത് ഈ രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ അതിനെ അട്ടിമറിക്കുക. ഒറീസയിൽ ഇങ്ങനെയായിരുന്നു. ഒറീസയിൽ BJP ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് അവിടുത്തെ സർക്കാർ ഈ 70 കഴിഞ്ഞവർക്കുള്ള പദ്ധതി അട്ടിമറിച്ചു. അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, 70 കഴിഞ്ഞവർക്കുള്ള പദ്ധതി കേവലം 70 കഴിഞ്ഞവരെ മാത്രമല്ല ആശ്വസിപ്പിക്കുന്നത്, അവരുടെ മക്കളെയും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ആശ്വാസമാണ്. അവരുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മുഴുവൻ ആശ്വാസമാണ്. 500 രൂപ കയ്യിലെടുക്കാനില്ലാതെ
ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പോക്കില്ലാത്ത പാവങ്ങൾക്കാണ് 5 ലക്ഷം രൂപ നരേന്ദ്രമോദി നൽകുന്നത്. ആ പദ്ധതി അട്ടിമറിച്ചപ്പോൾ ഒറീസയിലെ ജനതയോട് BJP പറഞ്ഞു, ഇവിടുത്തെ പാവപ്പെട്ട 70 കഴിഞ്ഞവർക്ക് ആ പദ്ധതി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെങ്കിൽ BJP ഗവൺമെന്റിന് അധികാരത്തിലേറ്റു എന്ന് പറഞ്ഞു. ഒറീസക്കാർ BJP ഗവൺമെന്റിന് അധികാരത്തിലേറ്റി. ഡൽഹിയിലെ ജനതയ്ക്ക് അവിടുത്തെ ആപ്പ് ഈ പദ്ധതി അട്ടിമറിച്ച സമയത്ത് ഡൽഹിയിലെ ആൾക്കാരോട് BJP പറഞ്ഞു, 70 കഴിഞ്ഞവരുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെങ്കിൽ BJP അധികാരത്തിലേറ്റാൻ പറഞ്ഞു. ഡൽഹിയിലെ ജനത BJP അധികാരത്തിലേറ്റി. ഞങ്ങൾ ഇതാ അനന്തപുരിയിൽ പറയുന്നു, 70 കഴിഞ്ഞവരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഈ കേരളത്തിൽ ഉറപ്പാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധിക്കൂ. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തണം. ഈ നാട്ടിലെ കൊള്ളക്കെതിരെ, കൊള്ളിവെപ്പിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെ അടരാടുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാ. ആ ഭാരതീയ ജനതാ പാർട്ടി ശക്തിയുക്തം കരുത്തോടുകൂടി പറയുന്നു, അനന്തപുരി ഞങ്ങളുടേതാ, അനന്തപുരി ഞങ്ങളുടേതാ. ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ അഴിമതിയില്ലാത്ത വികസനമുള്ള ഒരു പുതിയ അനന്തപുരിക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ജനതയുടേതാണ് അനന്തപുരി. ആ അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖർ എന്ന ആ മനുഷ്യന്റെ പിന്നിൽ അണിനിരക്കുകയാണ്. അനന്തപുരിയെ മോചിപ്പിക്കാൻ 45 വർഷത്തെ ദുരന്തപൂരിതമാർന്ന അനന്തപുരിയിൽ നിന്ന് ഐശ്വര്യത്തിന്റെ പൊൻശോഭ അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അനസ്യൂതമായിട്ടുള്ള മുന്നേറ്റം ഈ അനന്തപുരിയിൽ 2025 ഡിസംബർ അവസാനമാകുമ്പോൾ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു വ്യക്തിയെ മേയർ സ്ഥാനത്ത് ഇരുത്തുന്നത് വരെ മുന്നോട്ട് തന്നെ പോകുമെന്ന് അഭിമാനത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന രാജീവ് ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരനും പി മുരളീധരനും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഏറ്റവും വരിഷ്ഠന്മാരായിട്ടുള്ള പോരാളികളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ 10,000 വരുന്ന അനന്തപുരിയിലെ ജനത അവരുടെ സൗഖ്യത്തിനായി, അവരുടെ മുന്നേറ്റത്തിനായി, നാടിന്റെ വികസനത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാങ്കിത ഹരിത കാവ്യ പതാകയെ സ്വീകരിക്കും. അതിന് അധികാരത്തിലെത്തുമെന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ അനന്തപുരിയിൽ ചരിത്രം എഴുതിയ പുതിയൊരു അധ്യായമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നയിച്ചത്. അദ്ദേഹം ഇതിനു മുമ്പ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 10,000 വരുന്ന പ്രവർത്തകരോടൊപ്പം കോരിച്ചൊരിയുന്ന മഴയത്തും ഒഴുകിപ്പോകുന്ന ആ റോഡിലൂടെ കുത്തിയൊഴുകുന്ന വെള്ളത്തിലും ഇരുന്നുകൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ച് ശരണമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു സമരത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം നൽകിയെങ്കിൽ, അത് വിശ്വാസത്തെ സംരക്ഷിക്കാനാണെങ്കിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പൂജപ്പരയിൽ നിന്ന് പദയാത്രയായി ഈ അനന്തപുരിയിലെ രാജവീഥിയിലൂടെ കടന്നു വന്നത് വികസനം സംരക്ഷിക്കാൻ, വിശ്വാസം സംരക്ഷിക്കാൻ BJP, വികസനം സംരക്ഷിക്കാൻ BJP, അഴിമതി മുക്തമായ ഭരണത്തിന് BJP, ഐശ്വര്യപൂർണമാർന്ന അനന്തപുരിക്ക് BJP അല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന സത്യം ഈ നാടിന് ബോധ്യമാകുന്ന പുതിയൊരു ചരിത്ര ദൗത്യത്തിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ തയ്യാറാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ.